നമസ്കാരം. തനുസ് സ്പേസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ, ബയോളജി ഭാഗത്തുള്ള ആവർത്തന ചോദ്യങ്ങളാണിന്ന്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 85/25. അതിലെ ബയോളജി ചോദ്യങ്ങൾ മാത്രം വിശദമായിട്ട് പഠിക്കാം. കേരള PSCയുടെ ചോദ്യങ്ങളാണ് ഈ വർഷം ചോദിച്ചിട്ടുള്ള സയൻസ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS എക്സാമിന് പോലും ബയോളജി 5 മാർക്കുണ്ട്, പൊതു ജനാരോഗ്യത്തിന് 10 മാർക്കാണ്. ഇതെല്ലാം കൂടി എപ്പോഴും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിക്കാം. അതായത് 15 മാർക്കിൻ്റെ ബയോളജി ഭാഗത്തുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂടി എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണുന്നുണ്ട്. 4-5 ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ തന്നെ ബാക്കി പല ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതിൽ മെയിൻലി അതിൽ പറയുന്നത് ഹീമോഗ്ലോബിനും ഗ്ലൂക്കോസ്, ഇൻസുലിൻ എന്നിവയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, മെലാറ്റോണിൻ, തൈറോക്സിൻ. ചോദ്യം, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനാണ്. ആൻസർ ഇൻസുലിൻ. ആൻസർ ഏതാണ്? ഇൻസുലിനാണ്. അതായത് ഇൻസുലിൻ്റെ അഭാവം കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ത്? പ്രമേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിൻ്റെ അഭാവം കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണെന്ത്? പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ്. അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന രോഗം ആണെന്ത്? പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ്. അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന രോഗമാണെന്ത്? പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ഏത് ഗ്രന്ഥിയാണ്? ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മുഖേനയാണ്. ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇൻസുലിൻ എന്ന ഹോർമോൺ, ഇൻസുലിൻ എന്ന ഹോർമോൺ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരേപോലെ നിർത്താൻ വേണ്ടി സഹായിക്കുന്ന 2 ഹോർമോണുണ്ട്. അത് ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ ഗ്രന്ഥിയാണ്. ആഗ്നേയ ഗ്രന്ഥിയുടെ കാണുന്ന കോശ സമൂഹങ്ങളുടെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം കോശങ്ങളുണ്ട്. ഒന്ന് ആൽഫ കോശങ്ങളും മറ്റൊന്ന് ബീറ്റ കോശങ്ങളും. അതായത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥിയിൽ കാണുന്ന കോശസമൂഹങ്ങളാണെന്ത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഒന്ന് ആൽഫ കോശവും മറ്റൊന്ന് ബീറ്റ കോശങ്ങളും. അപ്പോൾ അവിടെ നിന്നും ആൽഫ കോശങ്ങൾ സ്രവിക്കുന്ന ഹോർമോണിൻ്റെ പേരാണെന്ത്? ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്ലൂക്കഗോൺ എന്നും. ബീറ്റ കോശങ്ങൾ എന്താണ്? ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ബീറ്റ കോശങ്ങൾ ഇൻസുലിനും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണുമാണ് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ഇൻസുലിനും ഗ്ലൂക്കഗോണും ആരാണ്? ഈ ആഗ്നേയ ഗ്രന്ഥിയുടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണുമാണ് സ്രവിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിൽക്കുന്നത് ഇൻസുലിനും ഗ്ലൂക്കഗോണും പോലുള്ള ഹോർമോണുകൾ വഴിയാണ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിൽക്കുന്നത് ഇൻസുലിനും ഗ്ലൂക്കഗോണും പോലുള്ള ഹോർമോണുകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസുലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലേ, അതായത് ഇൻസുലിന് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇൻസുലിൻ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതായത് ഗ്ലൂക്കോസിന് എന്ത് ചെയ്യുന്നു? അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം, സ്റ്റാർച്ചിലെ അന്നജമൊക്കെ ദഹിച്ച് ഏറ്റവും അവസാനം എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസായിട്ട് മാറുന്നു. അപ്പോൾ കുറേ അധികം ഉണ്ടാകും. അപ്പോൾ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഇൻസുലിൻ എന്താണ് ചെയ്യുക? കരളിൽ വെച്ച് ഗ്ലൈക്കോജനായും കൊഴുപ്പായി മാറ്റുന്നു.
അങ്ങനെ ഇൻസുലിൻ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് താഴ്ത്തുന്നു. എന്നാൽ മറിച്ച് ഗ്ലൂക്കോസിൻ്റെ തോത് വളരെ കുറയുമ്പോൾ, നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് വളരെ കുറയുമ്പോൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നു? കരളിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഗ്ലൈക്കോജനെ ഇവനെന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുവാൻ സഹായിക്കുന്നു. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്ന സംഭവം എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നു. കരളിൽ വെച്ചാണ് സംഭരിക്കപ്പെടുക. എന്നാൽ ഗ്ലൂക്കഗോൺ എന്ന എൻസൈം എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റാൻ സഹായിക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഗ്ലൂക്കോസിൻ്റെ തോത് നിലനിർത്താൻ വേണ്ടി, സാധാരണഗതിയിലാക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി ഗ്ലൂക്കഗോണും ഇൻസുലിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? നല്ലവണ്ണം പരസ്പരം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് സാധാരണ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ തോത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കുന്ന മറ്റൊരു ഹോർമോൺ തൈറോക്സിൻ അല്ലേ. തൈറോക്സിൻ എന്ന ഹോർമോൺ എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണ് ഇത് തൈറോക്സിൻ അല്ലേ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന് തൈറോക്സിൻ്റെ കൂടെ മറ്റൊന്നുകൂടി ഉണ്ട്. അതാരാണിത്? കാൽസിട്ടോണിൻ എന്ന് പറയും. കാൽസിട്ടോണിൻ എന്ന് പറയും. അതായത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? തൈറോക്സിൻ. അതിൻ്റെ കൂടെ ആരെ കൂടി ഉൽപ്പാദിപ്പിക്കുന്നു? കാൽസിട്ടോണിനെയും കൂടി തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇൻസുലിൻ്റെ അഭാവം കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന രോഗം ഏതാണ്? പ്രമേഹമാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്ന ഏതാണ്? ഇത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നതാണ്. എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏതാണ്? ഇൻസുലിൻ, അഡ്രിനാലിൻ, പാരാതെർമോൺ, തൈറോക്സിൻ. എമർജൻസി ഹോർമോൺ ഏതാണ്? അഡ്രിനാലിനാണ് എമർജൻസി ഹോർമോൺ എന്ന് പറയുന്നത്. എമർജൻസി ഹോർമോൺ ഏതാണ്? അഡ്രിനാലിനാണ് എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത്. അഡ്രിനാലിൻ. എമർജൻസി ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ എന്ന് പറയും. ഇവിടെ അല്ലേ അഡ്രിനൽ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് എന്ത്? അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്നാണ് ഇത് പറയുക. അതിവൃക്കാഗ്രന്ഥിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക. അതായത് ഓരോ വൃക്കയുടെയും മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവ ഗ്രന്ഥിയാണെന്ത്? അതിവൃക്കാഗ്രന്ഥി എന്ന് പറയുന്നത്. അതിന് കോർട്ടെക്സ് ഒന്നും മെഡുലയൊന്നും ഭാഗമുണ്ട്. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സും അഡ്രിനൽ മെഡുലയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അതിവൃക്കാഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണെന്ത്? അഡ്രിനാലിൻ. നമ്മളെന്താ സംഭവിക്കുന്നത്? ശരിക്കും എന്താ അതിൻ്റെ ഫങ്ഷൻ? എമർജൻസി ഹോർമോൺ. അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മൾ എന്ന് വെച്ചാൽ പട്ടി കടിക്കാൻ വന്ന് നമ്മൾ ഓടുന്നത് എന്തുകൊണ്ടാണ്? അഡ്രിനാലിൻ നമ്മുടെ ദേഹത്തുള്ളത് കൊണ്ടാണ്, നമ്മുടെ ഹോർമോൺസ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അടിയന്തര സാഹചര്യം നമ്മൾ പ്രവർത്തിക്കാൻ സജ്ജരാകുന്നത് ആര് കാരണമാണ്? അഡ്രിനാലിനാണ്. അതിനാര് വേണം? അതിവൃക്കാഗ്രന്ഥികളാണ് ഉള്ളത്. അപ്പോൾ അഡ്രിനൽ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്താണ്? അഡ്രിനാലിനാണ്. ഇപ്പോൾ അതിവൃക്കാഗ്രന്ഥി എന്ന് പറയുമ്പോൾ അത് വൃക്കയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണെന്ത്? അതിവൃക്കാഗ്രന്ഥികൾ. അതിന് ബാഹ്യഭാഗത്ത് കോർട്ടെക്സ് എന്നും അകത്തെ ഭാഗത്ത് മെഡുലയുണ്ട്. അതിൻ്റെ അങ്ങനെ വരുമ്പോൾ അഡ്രിനൽ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണെന്ത്? അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നുണ്ട്. നോർ അഡ്രിനാലിൻ എന്നും വേറൊരു ഹോർമോണും ഉണ്ട്. അപ്പോൾ അതിൽ അഡ്രിനാലിൻ്റെ പ്രത്യേകത എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മളെ സന്നദ്ധരാക്കുന്നതാണെന്ത്? അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ. അതായത് അഡ്രിനാലിൻ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയസ്പന്ദന നിരക്ക് കൂടുന്നു, രക്തസമ്മർദ്ദം കൂടുന്നു അല്ലേ. രക്തം പേശികളിലേക്ക്, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകിയെത്തും. നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ കൂടുന്നുണ്ട്, കൃഷ്ണമണി വികസിക്കും. അങ്ങനെ നമ്മുടെ ശരീരം എന്ത് തീവ്രമായ പ്രവൃത്തി ചെയ്യാനും കായിക പ്രവൃത്തി ചെയ്യാനും നമ്മുടെ ശരീരം അന്നേരം സജ്ജമായിട്ട് വരും. അത് അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തനം സജ്ജമാക്കുന്ന ഹോർമോൺ, അടിയന്തര ഹോർമോൺ എന്നൊക്കെ പറയുന്ന ആരെയാണ്? ഈ അഡ്രിനാലിനെയാണ് പറയുന്നത്. ഓക്കെ. നമ്മളുടെ മറ്റൊരു ഹോർമോൺ കണ്ടില്ലേ? ഏതാണ്? മെലാട്ടോണിൻ അല്ലേ. ഇവിടെ നോക്കൂ, ഓപ്ഷൻ സിയിൽ കിടക്കുന്ന മെലാട്ടോണിൻ അല്ലേ. ഈ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിൻ? പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? മെലാട്ടോണിൻ. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? മെലാട്ടോണിൻ എന്ന് പറയുന്നത്.
പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ, ബാക്കി തൈറോക്സിൻ അറിയാം, ഗ്ലൂക്കോഗോൺ, ഇൻസുലിൻ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നില്ലേ. അപ്പോൾ ഹോർമോൺ തന്നെ കിടക്കുന്നില്ലേ. അപ്പോൾ ഇൻസുലിൻ അറിയാം, അഡ്രിനാലിൻ അറിയാം, പാരാതെർമോൺ. പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്താണ്? പാരാതെർമോൺ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി പഠിച്ചിരുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? തൈറോക്സിനും കാൽസിട്രോണിനും ഒക്കെയാണ്. മറ്റൊരു ഗ്രന്ഥിയുണ്ട്, പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ആ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണിത് പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നുകൂടി ഇവിടെ നിന്ന് അങ്ങോട്ട് വരാം, വീണ്ടും നമുക്ക് തുടങ്ങാം. ഇവിടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അല്ലേ, പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് എമർജൻസി ഹോർമോൺ അറിയപ്പെടുന്നത് എന്താണ്? അഡ്രിനാലിനാണ്. ഓക്കെ, ഇനി ഇവിടെ ഗ്രന്ഥികൾ, നമ്മൾ ഗ്രന്ഥികളെക്കുറിച്ച് പഠിക്കുമ്പോൾ കുറേയധികം പീയൂഷ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? സൊമാറ്റോട്രോപ്പിൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി എന്താണ്? തൈറോക്സിനും കാൽസിട്രോണിനുമാണ്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്താണ്? പാരാതെർമോണാണ്. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കോഗോണുമാണ്. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കോഗോണുമാണ് ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് ആദാമിൻ്റെ ആപ്പിൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പറയുന്ന പേരാണ്. നായക ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥിയാണ്. വളർച്ചാ ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥിയാണ്. വളർച്ചാ ഗ്രന്ഥി പറയുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിനാണ്. GTH, ACTH എന്ന് പറയും. അപ്പോൾ പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണ് ഇത് സൊമാറ്റോട്രോപ്പിൻ. അതുകൊണ്ട് അവയെ എന്ത് വിളിക്കുന്നു? വളർച്ചാ ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതാണ്? വളർച്ചാ ഗ്രന്ഥി. അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നു? സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നവരെ വളർച്ചാ ഹോർമോൺ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി ശൈശവ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ് അല്ലേ. അത് തൈമോസിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലേ. തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണെന്ത്? തൈമസ് ഗ്രന്ഥി. തൈമോസിനുകൾ കുഞ്ഞുനാളിൽ മാത്രം അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ ഒക്കെ പോകുമ്പോൾ കാണില്ല, യുവത്വ ഹോർമോൺ എന്നൊക്കെ പറയുക അതിന്. ഭ്രൂണാവസ്ഥ മുതൽ നമ്മുടെ ശൈശവദശയിൽ മാത്രം, കൗമാരം വരെയൊക്കെ മാത്രം കാണപ്പെടുന്ന ഹോർമോൺ എന്താണ്? ഈ തൈമസ് ഗ്രന്ഥിയാണ്. അത് കുട്ടികൾക്ക് പ്രതിരോധശേഷി നൽകുക എന്ന വേണ്ടി മാത്രമുള്ള ഹോർമോൺസാണ് എന്ത്? ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന് പറയും അല്ലേ. തൈമോസിനാണ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈമോസിനാണ്. കുട്ടികൾക്ക് പ്രതിരോധശേഷി കൊടുക്കാൻ വേണ്ടിയുള്ളതാണെന്ത്? തൈമോസിൻ എന്ന ഹോർമോൺ. ഓക്കെ, അതായത് അത് ലിംഫോസൈറ്റിന് നിർമ്മാണമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇതാണ്. ലിംഫോസൈറ്റ് നിർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് തൈമോസിൻ ഉണ്ടായിട്ടുള്ളത്. അടുത്ത ജൈവ ഘടികാരം എന്താണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം പീനിയൽ ഗ്രന്ഥി. ഇപ്പം നേരത്തെ പറഞ്ഞില്ല ഞാൻ, പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്തായിരുന്നു? മെലാറ്റോണിനാണ്. മറ്റൊരെണ്ണം എന്താണ്? സെറാട്ടോണിനുമാണ്. മെലാറ്റോണിനും സെറാട്ടോണിനുമാണെന്ത്? പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും എന്താണ്? ജൈവ ഘടികാരം. ഇത് രണ്ടും നമുക്ക് ഉറക്കം, രാവിലെ എണ്ണിച്ച് വൈകുന്നേരം ഉറങ്ങുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നതാണ് പീനിയൽ ഗ്രന്ഥി. അതുകൊണ്ടാണ് ജൈവ ഘടികാരം എന്ന് പറയുന്നത്. വളർച്ചാ ഹോർമോൺസ് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചാ ഹോർമോണുകളാണെന്ത്? സൊമാറ്റോട്രോപ്പിൻ. അടിയന്തര ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺസ് ഏതാണ്? അഡ്രിനാലിനാണ്. സർജിക്കൽ ഹോർമോൺ ഏതാണ്? നോർ അഡ്രിനാലിനാണ്. അടിയന്തര ഹോർമോൺ അഡ്രിനാലിനാണ്. സർജിക്കൽ ഹോർമോൺ ഏതാണ്? നോർ അഡ്രിനാലിനാണ്. ജുവനൈൽ ഹോർമോൺ, കുഞ്ഞുനാളിൽ ജുവനൈൽ ഹോർമോൺ തൈമോസിനാണ്. തൈമസ് ഗ്രന്ഥിയുടെ തൈമോസിനാണ്. യുവത്വ ഹോർമോണും തൈമോസിനാണ്. വാർദ്ധക്യമാകുമ്പോൾ ഇതുണ്ടാവില്ല. അപ്പോൾ ജുവനൈൽ ഹോർമോൺ തൈമോസിനാണ്, യുവത്വ ഹോർമോൺ തൈമോസിനാണ്. ഓക്കെ, ഇതൊന്നുകൂടി നോക്കാം. ഇതൊക്കെയാണ് ആദാമിൻ്റെ ആപ്പിൾ തൈറോയ്ഡ് ഗ്രന്ഥി. നായക ഗ്രന്ഥി ആരാണ്? മെയിൻ നായകൻ ആരാണ് അവിടെ? പീയൂഷ ഗ്രന്ഥി. വളർച്ചാ ഗ്രന്ഥി എന്താണ്? പീയൂഷ ഗ്രന്ഥിയാണ്. ശൈശവ ഗ്രന്ഥി ആരാണ്? തൈമസ് ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയുടെ ഹോർമോൺസ് ഏതൊക്കെയാണ്? മെലാറ്റോണിനും സെറാട്ടോണിനുമാണ് പീനിയൽ ഗ്രന്ഥിയുടെ ഹോർമോണുകൾ. വളർച്ചാ ഹോർമോൺസ് ഏതൊക്കെയാണ്? സൊമാറ്റോട്രോപ്പിനാണ് വളർച്ചാ ഹോർമോൺ. അടിയന്തര ഹോർമോൺ ആരാണ്? അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്താണ്? നോർ അഡ്രിനാലിൻ. ജുവനൈൽ ഹോർമോൺ എന്ന് പറയുമ്പോൾ തൈമോസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. യുവത്വ ഹോർമോൺ ആരാണ്? തൈമോസിനാണ്. അത്രയും ഒരു ഏകദേശം ഗ്രന്ഥിയെപ്പറ്റി മനസ്സിലായിട്ടുണ്ട്. അടുത്തത്
വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ടൈഫോയിഡാണ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗത്തിന് വേണ്ടി നിർണ്ണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി കുറേ അധികം ടെസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ? മാൻഡാക്സ് ടെസ്റ്റ് ക്ഷയം, ടൈറ്റൻ ടെസ്റ്റ് ക്ഷയമാണ്, ഇത് ക്ഷയം കണ്ടുപിടിക്കാൻ. മാൻഡാക്സ് ടെസ്റ്റ് ക്ഷയമാണ്, ടൈറ്റൻ ടെസ്റ്റ് ക്ഷയമാണ്. TST ട്യൂബർക്കുലോസിസ് സ്കിൻ ടെസ്റ്റ് ക്ഷയമാണ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് അല്ലേ, വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ഷിക്ക് അതായത് ഡിഫ്തീരിയയ്ക്കാണ്, ഡിഫ്തീരിയയ്ക്കാണ്. പിന്നെ വരുന്നതാണ് ടൂർണിക്ക ടെസ്റ്റ് ഡെങ്കിപ്പനി, ടൂർണിക്ക ടെസ്റ്റ് ഡെങ്കിപ്പനി. എലീസ ടെസ്റ്റ് എന്താണ്? എയ്ഡ്സിനാണ്. എലീസ ടെസ്റ്റ് എയ്ഡ്സ് അത് പ്രാഥമിക പരിശോധനയാണ്. എലീസ ടെസ്റ്റ് എയ്ഡ്സിനുള്ളത്. PCR ടെസ്റ്റും എന്താണ്? എയ്ഡ്സിൻ്റെയാണ് അല്ലേ. എയ്ഡ്സ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് എന്താണ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ് എയ്ഡ്സ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സിനുള്ളതാണ്, സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ളതാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. നേവ ടെസ്റ്റ് എന്ന് പറഞ്ഞാലും എയ്ഡ്സിൻ്റെയാണ്. അടുത്ത VDR ടെസ്റ്റ് സിഫിലിസ് രോഗത്തിനാണ്. വാസർമാനും VCR ടെസ്റ്റും എന്താണ്? സിഫിലിസ് രോഗത്തിനാണ്. ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠത്തിനുള്ളതാണ്. ലെപ്രമിൻ ടെസ്റ്റും കുഷ്ഠമാണ്. ബയോപ്സി ടെസ്റ്റ് ക്യാൻസർ. മാമോഗ്രാഫി ടെസ്റ്റ് സ്തനാർബുദം, സ്തനത്തിനു വേണ്ടിയുള്ളതാണ് മാമോഗ്രാഫി ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. പാപ്സ്മിയർ ടെസ്റ്റ് എന്തിനാണ്? ഗർഭാശയഗള ക്യാൻസർ. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയഗള ക്യാൻസർ അറിയാൻ വേണ്ടിയാണ് പാപ്സ്മിയർ ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വർണ്ണാന്ധതയ്ക്കാണ് ഇഷിഹാര ടെസ്റ്റ് വരുന്നത്. ഓക്കെ, ഇഷിഹാരയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. റോസ് ബംഗാൾ ടെസ്റ്റ് എന്താണ്? മാലക്കണ്ണിനാണ്. ബിലിറൂബിൻ ടെസ്റ്റ് എന്താണ്? മഞ്ഞപ്പിത്തത്തിനാണ്. DNA ടെസ്റ്റ് പിതൃത്വ പരിശോധനയ്ക്ക് വേണ്ടിയാണ് DNA ടെസ്റ്റ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ഏതാണ്? വിറ്റമിൻ K ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ A എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? വിറ്റാമിൻ എ എന്ന് പറഞ്ഞതാണ് നമ്മുടെ കാഴ്ചയ്ക്ക് അല്ലേ, കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ് വിറ്റാമിൻ A എന്ന സംഭവം. നിശാന്തത എന്ന രോഗം ഒഴിവാക്കാൻ സഹായിക്കുന്നതാണെന്ത്? വിറ്റാമിൻ A എന്ന ഇത് അല്ലേ. അപ്പോൾ വിറ്റാമിൻ എയുടെ അല്ലെങ്കിൽ നിശാന്തത ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ ഉണ്ടാകുന്നുണ്ട്? വിറ്റാമിൻ എയുടെ അഭാവത്തിലുണ്ടാകുന്ന അസുഖമാണെന്ത്? നിശാന്തത അല്ലെങ്കിൽ മങ്ങിയൊളിച്ചതിൽ കാണാൻ കഴിയാത്ത അവസ്ഥ. വിറ്റാമിൻ സിയുടെ അഭാവത്തിലോ സ്കർവിയാണ് ഉണ്ടാകുന്നത് അല്ലേ. വിറ്റാമിൻ ഇയുടെ അഭാവത്തിലോ എന്താ പറയുക, വന്ധ്യതയാണ് ഉണ്ടാവുക. അപ്പോൾ വിറ്റാമിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ രണ്ട് തരം, കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്, ജലത്തിൽ ലയിക്കുന്നവയുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? അഡക്ക് നമുക്ക് ഷോർട്ട് ഫോം പഠിക്കാം. അഡക്ക് എയും വിറ്റമിൻ എ, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇയും വിറ്റമിൻ കെയും എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻസാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻസാണ് വിറ്റമിൻ A, D, E, K. അഡക്ക് നമുക്ക് പഠിക്കാം അല്ലേ. എ എന്ന് പറയുമ്പോൾ നമുക്ക് നിശാന്തത അഭാവത്തിലുണ്ട് അസുഖം. ഡിയുടെ അഭാവത്തിലെന്ത് അസുഖം ഉണ്ടാവുക? കണരോഗമാണ് ഉണ്ടാവുക. കണരോഗം റിക്കറ്റ്സ് അല്ലെ കണരോഗം ഉണ്ടാകുന്നുണ്ടല്ലേ. വിറ്റമിൻ ഡി ലഭിക്കുന്ന എവിടെ നിന്ന്? പ്രധാന സ്രോതസ് ഏതാണ്? സൂര്യപ്രകാശമാണ് വിറ്റമിൻ ഡി ലഭിക്കുന്ന പ്രധാന സ്രോതസ് എന്ന് പറഞ്ഞാൽ. വിറ്റമിൻ ഇ നമുക്ക് ഇലക്കറികളിൽ നിന്ന് ലഭിക്കും. മുട്ടയുടെ മഞ്ഞക്കരു ഒക്കെ വിറ്റമിൻ ഇ ആണ്. അതിൻ്റെ അഭാവത്തിൽ വന്ധ്യത ഉണ്ടാകുന്നു. വിറ്റമിൻ കെ കുറഞ്ഞാൽ നമുക്കെന്ത് സംഭവിക്കാം? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ കെ അല്ലേ. അതിൻ്റെ വിറ്റമിൻ കെയുടെ മറ്റൊരു പേര് ഇവിടെയുണ്ട്, ഫില്ലോക്കിനോൺ എന്ന് പറയും. ഫില്ലോക്കിനോൺ എന്നാണ് പറയുക. വിറ്റമിൻ കെയുടെ മറ്റൊരു പേരാണ് ഫില്ലോക്കിനോൺ എന്ന് പറയും. അപ്പോൾ വിറ്റമിൻ കെ രക്തസ്രാവം അല്ലേ. വിറ്റമിൻ കെയുടെ രോഗം എന്താണ്? അപര്യാപ്ത രോഗം എന്താണ്? രക്തസ്രാവമാണ്. അപ്പോൾ വിറ്റമിൻ എന്ന് പറയുമ്പോൾ എല്ലാം ഒന്ന് നോക്കിയാലോ. അതായത് ജീവകം എയുടെ അല്ലേ അപര്യാപ്ത രോഗം എന്താണ്? നിശാന്തതയാണ്. ജീവകം എയുടെ അപര്യാപ്ത രോഗം ഏതാണ്? നിശാന്തതയാണ്, അല്ലെങ്കിൽ സിറോഫ്താൽമിയ എന്ന് പറയും. വിറ്റമിൻ B1 അപര്യാപ്ത രോഗം ഏതാണ്? ബെറിബറിയാണ്. വിറ്റമിൻ B1 അപര്യാപ്ത രോഗം ഏതാണ്? ബെറിബറിയാണ്. B3 എന്ന് പറഞ്ഞാൽ അല്ലേ, ബി കോംപ്ലക്സ് ഇല്ലേ, അല്ലെ B3 എന്ന് പറഞ്ഞാൽ വിറ്റമിൻ കുറഞ്ഞ സംബന്ധം സംഭവിക്കാം. പെല്ലാഗ്ര ഉണ്ടാകും. പെല്ലാഗ്രയാണ് B3യുടേത് അല്ലേ. B9 ഫോളിക് ആസിഡിൻ്റെ അപര്യാപ്തം ഉണ്ടാകുന്ന അസുഖം എന്തായിരിക്കണം? വളർച്ചയാണ് എന്താ പറയുക, അതിന് അപര്യാപ്തം കാണിക്കുക. B12 എന്ന് പറയുമ്പോൾ ഇത് വരും B12 അല്ലേ. B12
വിറ്റമിൻ B12 അപര്യാപ്ത രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയാണ് B12 കൊണ്ട് അനീമിയ ഉണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെ ബി കോംപ്ലക്സിൽ കുറേയധികമുണ്ട്. B1 ബെറിവറി കൊണ്ട്, B3 പെല്ലാഗ്ര, B9 ഫോളിക് ആസിഡ് വളർച്ച നിൽക്കുന്നു, B12 പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കുന്നു. വിറ്റമിൻ C എന്ന് പറഞ്ഞാൽ എന്താ അസുഖം ഉണ്ടാക്കുക? സ്കർവി അല്ലേ, മോണയെന്ന് ബ്ലഡൊക്കെ വരുന്ന അവസ്ഥ. വിറ്റമിൻ D എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് അസുഖം ഉണ്ടാക്കുക? ഡിക്ക് അപര്യാപ്ത ഏതാണ്? കണാരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. E എന്ന അസുഖം അപ്പോൾ എന്തുണ്ടാക്കും? വന്ധ്യതയാണ് ഉണ്ടാക്കുക. വന്ധ്യത, E എന്ന അഭാവത്തിൽ വന്ധ്യത. വിറ്റമിൻ K ആകുമ്പോൾ എന്താ ഉണ്ടാക്കുക? വിറ്റമിൻ K ആകുമ്പോൾ നമുക്ക് എന്താ അനുഭവപ്പെടുന്നത്? രക്തസ്രാവമാണ് എൻ്റെ അപര്യാപ്ത രോഗം. രക്തസ്രാവമാണ് അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരെന്താണ്? ടൈഡൽ വോളിയം. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ് ടൈഡൽ വോളിയം എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ അയൺ അടങ്ങിയിരിക്കുന്നു, ഓപ്ഷൻ ബി ആരോഗ്യമുള്ള മനുഷ്യൻ്റെ 100 മില്ലി രക്തത്തിൽ 12-16 ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട്, അതിൽ പ്രോട്ടീൻ ഇല്ല, ശ്വസനവാതകങ്ങൾ രക്തത്തിലൂടെ വഹിക്കുന്നു. ഇതിൽ ആൻസറൊക്കെ എന്തൊക്കെയാണ് ഇല്ലേ? അതിൽ പ്രോട്ടീൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ലേ? ഹീമോഗ്ലോബിൻ എവിടെ കാണുന്നു? ഹീമോഗ്ലോബിൻ എവിടെ കാണുക? നമ്മുടെ ബ്ലഡിൽ രക്തത്തിൽ എന്തൊക്കെയുണ്ട്? രക്തകോശങ്ങളുണ്ടല്ലേ, രക്തകോശങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ രക്തകോശങ്ങൾ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഭാഗം അല്ലേ. അതുപോലെ തന്നെ മറ്റാരുമുണ്ട്? പ്ലാസ്മ എന്ന് പറയുന്ന ദ്രാവക ഭാഗവും നമ്മുടെ ബ്ലഡിലെ രക്തത്തിൽ കാണുന്ന കാര്യമാണ്. രക്തകോശങ്ങളുണ്ട്, പ്ലാസ്മയും, ബാക്കി വെള്ളം ദ്രാവക ഭാഗം പ്ലാസ്മയാണ്. അപ്പോൾ രക്തകോശങ്ങളിൽ എന്തുണ്ട്? അരുണരക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ എന്ന് പറയും. അതുപോലെ WBC, RBC, ദെൻ WBC, അതുപോലെ എന്താണ്? പ്ലേറ്റ്ലെറ്റും ഇവിടെ കാണുന്നുണ്ട്, രക്തകോശങ്ങളാണ്. അതിൽ RBC ചുവന്ന രക്താണുക്കൾ, റെഡ് ബ്ലഡ് കോർപ്പസൽസ്, ചുവന്ന രക്താണുക്കൾ, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? അരുണരക്താണുക്കൾ അല്ലേ. അതിൽ കാണുന്നതാണ് ആര്? ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു. അതായത് ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത്? ഏത്? ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ്, ചുവപ്പ് നിറം കൊടുക്കുന്ന പിഗ്മെൻ്റാണ്, ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ആര്? ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ അതാണ്. അപ്പം ഹീമോഗ്ലോബിൻ എവിടെ കാണുന്നത്? അരുണരക്താണുക്കൾ കാണപ്പെടുന്നതാണെന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഇത്. അരുണരക്താണുക്കൾ കാണപ്പെടുന്നതാണെന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഹീമോഗ്ലോബിൻ ശരിക്കും എന്നുള്ളൊരു മാംസ തന്മാത്രയാണ്, ഒരു പ്രോട്ടീനാണ്. ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. അതിനകത്ത് ഈ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഒരു മൂലകം ഏതാണ്? എപ്പോഴും ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പെന്ന് പറയും, ഇരുമ്പ് അല്ലേ. ഹീമോഗ്ലോബിനിൽ ഇരുമ്പിൻ്റെ 4 ഗ്രൂപ്പുണ്ട്. ഇരുമ്പിൻ്റെ 4 ഗ്രൂപ്പുകളുണ്ട്. ഇരുമ്പിൻ്റെ 4 ഗ്രൂപ്പ് ചേർന്നാണ് ഹീമോഗ്ലോബിൻ ഉണ്ടായേക്കുക. ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോട്ടീൻ ഭാഗമാണെന്ത്? ഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ. അതായത് ഹീമോഗ്ലോബിൻ അല്ലേ, HB ഹീമോഗ്ലോബിൻ. ഹീം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരുമ്പടങ്ങിയ ഭാഗമാണ് ഹീം എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഭാഗം ഏതാണ്? ഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ്റെ പ്രോട്ടീൻ ഭാഗം ഏതാണ്? ഗ്ലോബിനാണ്. അതിൻ്റെ ഇരുമ്പടങ്ങിയ ഭാഗം നമുക്ക് എന്ത് പറയാം? ഹീം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലോബിൻ ഭാഗം മനസ്സിലായി, ഒരു ഗ്ലോബിൻ ഭാഗം 4 ഹീം ഗ്രൂപ്പുമായി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നൊരു പോളിപെപ്റ്റൈഡ് പോലെ ഇരിക്കും ആര്? ഹീമോഗ്ലോബിന്. ഒരു ഗ്ലോബിനേ ഉള്ളൂ, ഒരു പ്രോട്ടീൻ്റെ ഒരെണ്ണം, ഒരു ഗ്ലോബിനും 4 ഹീം ഗ്രൂപ്പും, അപ്പോൾ 4 ഇരുമ്പ് വരുന്നുണ്ട്. അവിടെ ചേർന്നാണെന്തൊരു ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സാധനം. അതൊരു പ്രോട്ടീനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഇവിടെ കാണുന്നു. അരുണരക്താണുക്കളിൽ കാണപ്പെടുന്ന അരുണരക്താണുക്കൾക്ക് ചുവന്ന രക്താണുക്കൾക്ക് റെഡ് ബ്ലഡ് കോർപ്പസൽസിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഹീമോഗ്ലോബിൻ്റെ എന്തുണ്ട്? അതിൽ മാംസത്തിന് മാത്രമാണ് ഇല്ല. നിർമ്മാണത്തിന് ആവശ്യം മൂലകം എന്താണ്? ഇരുമ്പാണ്.
ഹീമോഗ്ലോബിന് ഇരുമ്പിൻ്റെ 4 ഗ്രൂപ്പ് ഉണ്ടല്ലേ. ഹീമോഗ്ലോബിൻ്റെ പ്രോട്ടീൻ ഭാഗം എന്താണ്? ഗ്ലോബിനാണ്. അതിൻ്റെ ഹീം ഭാഗത്ത് ഇരുമ്പടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്ലോബിനും 4 ഹീമും പാർട്ടും കൂടി ചേർന്നാണ് എന്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന തന്മാത്ര ഉണ്ടാവുന്നത്, ഹീമോഗ്ലോബിന് ഉണ്ടാവുന്നത്. ഇനി അടുത്ത പോയിന്റ് ഹീമോഗ്ലോബിൻ്റെ പറയാനുള്ളത്, അതായത് മുതിർന്നവരിൽ കാണുന്ന ഹീമോഗ്ലോബിൻ വിളിക്കുന്ന പേര് ഹീമോഗ്ലോബിൻ എ എന്ന് വിളിക്കുക, ഹീമോഗ്ലോബിൻ എ എന്ന് വിളിക്കും സാധാരണ. എന്നാൽ നമ്മുടെ ഭ്രൂണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അവർ വിളിക്കുന്ന പേര് ഹീമോഗ്ലോബിൻ എഫ് എന്നാണ് വിളിക്കുക. അത് ഭ്രൂണത്തിൽ ഭ്രൂണത്തിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിൻ എഫ്. ഇതിന് നമ്മുടെ സാധാരണ ഹീമോഗ്ലോബിനേക്കാൾ കൂടുതൽ ഓക്സിജൻ പ്രതിപത്തിയുണ്ട്. എന്ന് വെച്ചാൽ കൂടുതൽ ഓക്സിജൻ എടുക്കാനുള്ള കഴിവുണ്ട്. സാധാരണ ഹീമോഗ്ലോബിൻ എഫിന് ഓക്സിജൻ പ്രതിപത്തി കൂടുതലാണ്, ഓക്സിജൻ കൂടുതലായി എടുക്കാനുള്ള കഴിവുണ്ട്. ഇനിയുണ്ട് ഹീമോഗ്ലോബിൻ എസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ആൾക്കാരിൽ കാണുന്നതാണെന്ത് ഹീമോഗ്ലോബിൻ എസ്. സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം അത് ബാധിച്ച ആൾക്കാർ കാണുന്ന ഹീമോഗ്ലോബിൻ എങ്ങനെയാണ്? ഹീമോഗ്ലോബിൻ എസ് ആണ്. അതായത് അവരുടെ അതെന്തിരിക്കും, ചുവന്ന രക്താണുക്കൾ ഒരു സിക്കിൾ സെല്ല്, അതായത് അരിവാൾ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും. അതുകൊണ്ടാണ് എസ് അല്ലേ എന്ന് പറയാം. അപ്പോൾ 3 തരത്തിലുള്ള ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിൻ എ ഉണ്ട്, ഹീമോഗ്ലോബിൻ എഫ് ഉണ്ട്, ഹീമോഗ്ലോബിൻ എസും ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ മുതിർന്നവരിൽ കാണുന്നതാണ്, എഫ് എന്ന് പറഞ്ഞാൽ ഭ്രൂണത്തിൽ കാണുന്നതാണ്. അതിന് ഓക്സിജൻ്റെ പ്രതിപത്തി കൂടുതലുണ്ട്. സിക്കിൾ സെൽ അനീമിയ രോഗം ബാധിച്ചിൽ കാണുന്നത് ഹീമോഗ്ലോബിൻ എസ് ആണ്. അല്ലാതെ സിക്കിൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ അരിവാൾ പോലെ വളഞ്ഞിരിക്കും അതിൻ്റെ ഹീമോഗ്ലോബിൻ്റെ സൈസ്. ഇനിയുള്ള എന്താണെന്ന് പറയുന്നത്, ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ എവിടെ ചെല്ലുന്നു, എന്താ പ്രയോജനം? നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നില്ലേ, ഓക്സിജൻ എടുക്കുമ്പോൾ ആ ഓക്സിജനും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും നമ്മുടെ രക്തത്തിൽ ചുവന്ന രക്താണു കാണുന്ന ഹീമോഗ്ലോബിനുമായി യോജിക്കുന്നു, ഫോം ചെയ്യുന്നു, ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഈ ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ് നമ്മുടെ രക്തം വഴി ഇത് നമ്മുടെ കോശങ്ങളിലേക്ക് പോവുക. ചെന്നിട്ട് അവിടെ ഹീമോഗ്ലോബിനെ കൊടുക്കുന്നു അല്ലേ, ഓക്സിജനെ കൊടുക്കുന്നു. അപ്പോൾ ഓക്സിജനെ കൊണ്ടുപോകണേ ആര് വേണം? ഹീമോഗ്ലോബിൻ വേണം. ഓക്സിജനെ കൊണ്ടുപോകണേ ആര് വേണം? ഹീമോഗ്ലോബിൻ വേണം. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാത്രമേ ബ്ലഡിൽ കൂടി പോകുള്ളൂ. തിരിച്ചവിടെ കൊണ്ട് ഓക്സിജനെ കൊടുത്തിട്ട് ഡിഓക്സി ഹീമോഗ്ലോബിനായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മുടെ ബ്ലഡ് വഴി ഓക്സിജൻ പോകണേ ആര് വേണം? ഹീമോഗ്ലോബിൻ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഹീമോഗ്ലോബിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കുറേയധികം എഴുതിയെടുത്ത് പഠിക്കാനുള്ള നോട്ട്സ് ഉണ്ട്, എഴുതിയെടുത്ത് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.